അജിത്തേട്ടാ നമസ്കാരമുണ്ട്. അജിത്തേട്ടൻ അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പരിപാടിയിലെത്തി. നമ്മൾ വിചാരിക്കുന്ന ഒരു തിരക്കിലല്ല അജിത്തേട്ടനുള്ളത്. അജിത്തേട്ടൻ സ്റ്റേജിലുണ്ട്, ടിവിയിലുണ്ട്, സിനിമയിലുണ്ട്. ഇതെല്ലാം കൂടെ കോവിഡ് കഴിഞ്ഞ ആക്റ്റീവ് ആയപ്പോൾ ഏറ്റവും തിരക്കുള്ള ആൾക്കാരുടെ ഒരാളായി മാറിയിട്ടുള്ള ആളാണ് അജിത്തേട്ടൻ. ഇവിടെ ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം സ്കിറ്റ് കളിച്ചിട്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ 85% 90% ആളുകളോടൊപ്പം സ്കിറ്റ് കളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ചില അവാർഡ് നൈറ്റുകളിൽ അജിത്തേട്ടനൊക്കെ വേറെ സ്കിറ്റ്, ഞാൻ വേറെ സ്കിറ്റ് എന്നുള്ളതല്ലാതെ കോമ്പിനേഷൻ ആയിട്ട് ഇതുവരെ എനിക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ആർട്ടിസ്റ്റാണ് അജിത്തേട്ടൻ. ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചൊരു സ്കിറ്റ് കളിച്ചിട്ടില്ല. അജിത്തേട്ടന്റെ ഒരു പെർഫോമൻസ് വേറൊരു ലെവലിൽപ്പെട്ട പെർഫോമൻസ് ആണ്. പല സ്കിറ്റുകളും കാണുന്നു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ സിനിമയുണ്ട്, പിന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ തുടങ്ങിയതിന്റെ ഒരു സന്തോഷം, അതൊക്കെ ഉണ്ട്. പുതിയ സിനിമ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സിനിമയാണ്. അജിത്തെ പറയൂ. അജിത്തെ ഷാബു ഉസ്മാൻ സാറ് സംവിധാനം ചെയ്യുന്ന ലൂയിസ് എന്ന സിനിമ. അതിൽ ശ്രീനേട്ടനാണ് സെൻട്രൽ. ലൂയിസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ റോൾ ചെയ്യുന്ന ശ്രീനേട്ടനാണ്. പിന്നെ ഞാനുണ്ട്, അശോകനുണ്ട്, ലെനയുണ്ട്, ദിവ്യ പിള്ളയുണ്ട്, സായി കുമാർ ഉണ്ട്, അജിത്ത് ഉണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അജിത്തിന് ഞാനിപ്പോ അതിന്റെ പൂജാവേളയിൽ പൂജാ സമയത്ത് ഇപ്പൊ കണ്ടോളൂ. അജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. കാരണം ഇപ്പൊ ഒത്തിരി വർഷങ്ങളായിട്ട് മിമിക്രി വേദി കാണുന്നുണ്ട്, കോമഡി വേദി കാണുന്നു, അതെല്ലാം ദൃശ്യത്തിൽ തകർത്ത് വാരി. അതെ, അതിലേക്കാണ് എത്തുന്നത്. ഈ ദൃശ്യത്തിനൊരു രണ്ടാം ഭാഗം ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തൊട്ട് എങ്ങനെയായിരിക്കുമെന്ന് മലയാളികളെല്ലാം കഥകൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ രണ്ടാം ഭാഗത്തിന്റെ കഥ, എഴുതിയ കഥയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാം ഭാഗവും തോളത്തെടുത്തോണ്ട് വന്ന ആള് അജിത്തേട്ടനാണ്. ആ പടത്തിന്റെ രണ്ടാം ഭാഗം അതിനൊരു കീ റോളാണ് അജിത്തിന്റെ. അജിത്തേട്ടനാണ് താക്കോല്, ഇല്ലെങ്കിൽ അതില്ല. അതിലോട്ട് എങ്ങനെയാ അജിത്തേട്ടൻ എത്തിയത്? ജിത്തു സാർ നേരിട്ട് വിളിച്ചാണ്. അന്നേരം ഉറപ്പിച്ചില്ല. എന്നോട് പറഞ്ഞു ഒന്ന് കാണണമല്ലോ, ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ പല മൊബൈലിൽ നോക്കിയിട്ട് ഫോട്ടോ കറക്റ്റ് ആകുന്നില്ല, ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ സാറിനെ വിളിച്ചു, സാറേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് അങ്ങനെയാണെങ്കിൽ വഴുത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എന്നോട് അന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് കണ്ട് കഥയൊക്കെ പറഞ്ഞു. പിന്നെ കോസ്റ്റ്യൂമൊക്കെ അളവൊക്കെ എടുത്തപ്പോൾ ഉറപ്പായി ഞാൻ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ജയരാജിന്റെ മൂവി നടന്നു, പിഷു. ജയരാജിന്റെ മെഹഫിൽ എന്നൊരു മൂവി. അപ്പൊ ആ സെറ്റ് വെച്ച് ഞാനൊരു സംശയം ക്ലിയർ ചെയ്തു ജയരാജിന്റെ അടുത്ത്. ഞാൻ ഈ ജിത്തു ജോസഫ് നമ്മളുടെ ബീബൽ, അപ്പൊ ഞാനും ജയരാജും കൂടി ചെയ്തൊരു പടമുണ്ട്, ബീബൽസ, ഹിന്ദി മൂവിയാ, 2000 അപ്പം അവിടെ ആ സെറ്റിലാണ് ആദ്യമായിട്ട് ജിത്തു ജോസഫ് അസിസ്റ്റന്റായിട്ട് വന്നത്. ശരിയാണ്. പിന്നെ നിങ്ങൾ ഓർക്കുന്നില്ലേ, അവനന്ന് കണ്ടിന്യൂറ്റി ഒക്കെ എഴുതാനായിട്ട് ജിത്തു ആയിരുന്നെന്ന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം ഞാനുള്ള ഒരു സിനിമയിലാണ് ഇദ്ദേഹം ആദ്യം വരുന്നത്. അപ്പൊ അതെനിക്ക് വലിയൊരു ഓണറായിട്ട് കാണാം. ജിത്തുനെ പോലെ ഇത്രയും മലയാള സിനിമ ഇപ്പൊ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഡയറക്ടറായിട്ട് മാറി. ഇപ്പൊ ലൂയിസിൽ നിങ്ങൾ ഇറക്കുന്നു. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോ മനോഹരൻ പറയാം, അജിത്ത് കൂത്താട്ടുള്ളത്തിന്റെ തുടക്കകാലത്ത് എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അല്ല, അജിത്ത് ആ ക്രെഡിറ്റ് ദൃശ്യത്തിൽ പോയില്ല, അത് പിന്നെ പറയാൻ പറ്റില്ല. തുടക്കകാലം അജിത്തേട്ടന്റെ കലയിലെ തുടക്കകാലം അല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ ബ്രേക്ക് കിട്ടിയിട്ടുള്ള തുടക്കകാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പറയട്ടെ, അങ്ങനെ വലിയ ലെവലിലേക്ക് എത്തട്ടെ അജിത്ത് കേട്ടോ. ഒരുപാട് വലിയ. മാത്രമല്ല, ഈ അജിത്തേട്ടനൊക്കെ മിമിക്രി ചെയ്യുന്നത് തന്നെ, സ്കിറ്റ് ചെയ്യുന്നത് തന്നെ സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഞാനൊക്കെ മിമിക്രിയിൽ വരുന്ന കാലത്ത് ഈ മിമിക്രിയിലെ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നതിനകത്ത് ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്തും, ഒരു ഡോക്ടറും രോഗിയും കളിക്കുന്നുണ്ടെങ്കിൽ വെറുതെ രോഗി എന്നിട്ട് ഡോക്ടറെ എനിക്ക് പനിയാണ് എന്ന് പറയുമ്പോ ഡോക്ടർ ഓഹോ എത്ര നാളെ ഈ പനി തുടങ്ങി ഇങ്ങനെ കളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മിമിക്രിക്ക്. എല്ലാരും പക്രിച്ച് കളിക്കുന്ന ഒരു കാലം. ഭയങ്കര റിയലിസ്റ്റിക് ആണ് അത്രയും കാര്യം. ഞാൻ അതാ അജിത്തിന് ശ്രദ്ധിച്ചിട്ടുള്ള. അജിത്ത് ഇപ്പൊ കോമഡി സ്റ്റേജിൽ കുറച്ച് എക്സാഗ്രേഷൻ ഇല്ലാതെ ഏക്കത്തില്ല അല്ലേ, അപ്പോഴും അങ്ങനെയാണല്ലോ ചില കോമഡികൾ. പക്ഷെ അജിത്ത് അങ്ങനെ പെട്ടെന്ന് ആ ദൃശ്യത്തിലേക്ക് വന്ന് ചെയ്ത് കണ്ടപ്പോ അത് റിയൽ ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് വളരെ നാച്ചുറലായിട്ട് ചെയ്തു കേട്ടോ. അജിത്തേട്ടൻ നടന്മാരെയൊക്കെ അനുകരിക്കുമായിരുന്നു അജിത്തേട്ടൻ? ആരെങ്കിലും ഒക്കെ പണ്ടൊക്കെ അനുകരിക്കാൻ മറന്നു. അത് പറഞ്ഞു. പണ്ട് ആരെയൊക്കെ ചെയ്തോണ്ടിരുന്നത്? പണ്ട് മുകേഷൊക്കെ ചെയ്തോണ്ടിരുന്നത്. രതീഷ്. രതീഷിനെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ചെയ്യോ? മറന്നുപോയി. അല്ല, അതെങ്കിലും ഒന്ന് പ്ലീസ്. കമ്മീഷണറിലെ കൽക്കാച്ചിന്റെ കക്ഷി രാഷ്ട്രീയമല്ല മോഹൻ തോമസിൻ്റെത്. ചർക്കയിൽ നൂറ്റെടുത്ത കതിർകൊണ്ട് കോട്ടും കോണകവും തൊപ്പിയും പളത്താറും ധരിക്കുന്ന പഴയ രാഷ്ട്രീയക്കാരൻ്റെ ദില്ലിയല്ല. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ചേട്ടാ, ഇത് എനിക്കറിയാം, ഇത് രതീഷേന്റെ ശബ്ദം സ്റ്റേജിൽ ചെയ്തിട്ട് ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, പോയതായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും സംഗതി സൂപ്പർ സൂപ്പറാണ് ചേട്ടാ. നിങ്ങൾ ഇത്ര നാള് ചെയ്യാത്തതിന്റെ പ്രശ്നമുള്ളൂ. അജിത്തേട്ടാ, ദൃശ്യത്തിന് ശേഷം
ജിത്തു സാറിന്റെ കോള് വന്നിരുന്നോ? തെലുങ്ക് ഇത് തുടങ്ങിയായിരുന്നു ദൃശ്യം 2. ആ അപ്പൊ എന്നെ ഞാൻ വെറുതെ വിളിച്ചു, സാറേ എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ചുമ്മാ ചോദിച്ചതാണേ. അപ്പൊ നമ്മള് തെലുങ്ക് തുടങ്ങുക, ആരക്കൈ നോക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറയാം നോക്കിക്കളയാം എന്ന് പറയാ. പുള്ളി പറയാ മലയാളം കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല, പിന്നെ തെലുങ്ക് ഉണ്ടാക്കാൻ പോണേ. പുള്ളി വലിയ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. പല ഇന്റർവ്യൂകളിലും പല കാര്യങ്ങളിലും ഒക്കെ. ഒരു ഇന്റർവ്യൂല് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സിനിമ ഇറങ്ങിയിട്ട് ചോദിച്ചു, സിനിമ ഇറങ്ങി എന്താവും എന്ന് ചോദിച്ചപ്പോ പുള്ളി പറയാം ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം. പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. പുള്ളി തന്നെ ഇന്റർവ്യൂ പറയാം, ഞാനെന്ത് കാണട്ടെ, ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം ഈ സിനിമയുടെ. അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് അദ്ദേഹം.